മേയർ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, തലസ്ഥാനത്തിന്റെ ആദരണീയനായ മേയറാണ്. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPO അല്ലെങ്കിൽ കോൺഗ്രസോ അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനം തലസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി പ്രവർത്തകരെ നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്ന് കണ്ട അപ്പോൾ പറഞ്ഞില്ല. അതിന്റെ 2-3 ദിവസമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. വരട്ടെ, നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചു. അല്ല, നിങ്ങൾ എനിക്ക് കിട്ടിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്, ഞാനത് സ്ക്രീനിലുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജവഹർ നഗറിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ വാർത്ത വന്ന ഉടൻ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അവർ രാവിലെ 7:50 അവിടെ എത്തി. വാർത്ത വന്നു, 7:30 അവർ വന്നു, 7:50 അവിടെ എത്തി. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഈ സ്ക്രീനിലുണ്ട്, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ആ വ്യക്തിപരമായിട്ട് ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാം, പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. ആ ഫോട്ടോയിൽ ആ മാലിന്യം അവിടെ ഇല്ല. ഇത് മുൻപ്, അതായത് 4 ദിവസത്തിനിപ്പുറം അത് അവിടെ ഇല്ല. അവിടെ നമ്മുടെ സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും ചാക്കിൽ കിട്ടാൻ ഫുഡ് വേസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ അവിടെ അത് സംഭരണ കേന്ദ്രമുണ്ട്. സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും വാഹനം വരുന്ന സമയത്തേക്ക് വരെ അതിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അവിടെയല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. വച്ചിരുന്നുള്ള വസ്തുതയാണ്, വേറെ ദിവസങ്ങളില്ല. പക്ഷേ ഇന്നലത്തെ ഫോട്ടോ അല്ല, ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഇന്ന് രാവിലെ എടുത്ത് എൻ്റെ കയ്യിലുണ്ട്, IT ഓഫീസറുടെ കയ്യിലുണ്ട്. ഇതുപോലെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡാണ്, പക്ഷേ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ ഫോട്ടോ അല്ല, മുൻപ് ഏതോ ഒരു ദിവസം എടുത്തത് ഇപ്പോൾ വാർത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട്. അതിന് കാരണമായത് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നമല്ല. CPM എന്നൊരു പാർട്ടി തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ വിഷമാവാതിരിക്കാൻ വേണ്ടി അവർ കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ ഇന്നലെ അവിടെ പ്രശ്നമില്ല, അപ്പോൾ പഴയൊരു ഫോട്ടോ ആയിരുന്നു, അതെടുത്ത് കൊടുത്തു. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് സിസ്റ്റം പെർഫെക്റ്റ് ആക്കുന്നവരെ ഞങ്ങൾ ഓരോ നിമിഷം, ഇന്ന് രാവിലെ സെക്രട്ടറിയായിട്ട് 1 മണിക്കൂർ ഇതിൻ്റെ ചർച്ചകൾ. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ വിളപ്പിൽശാല ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കി കളഞ്ഞതുകൊണ്ടാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കൊരു 400 ടൺ വേസ്റ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് സംസ്കരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു പ്ലാന്റ് വേണം. ആ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ആത്യന്തികമായിട്ട് പരിഹരിക്കും. ഞങ്ങളതിൻ്റെ പരിശ്രമത്തിലാണ്, കഠിന പരിശ്രമത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 2 ഗവൺമെൻറ് മാറി വരുന്ന ഒരു ഘട്ടം. ഒരു ഭരണസമിതി വരുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഗവൺമെൻറ് മാറി, പുതിയ ഗവൺമെൻറ് വരുന്നു. അതിനിടയ്ക്ക് 4 മാസത്തിനിടയ്ക്ക് 4 സെക്രട്ടറിമാരായി, 3 സെക്രട്ടറിമാരായി ഇപ്പോൾ 4 മാസത്തിനിടയ്ക്ക്. അപ്പോൾ ഉണ്ടായി വരുന്ന ചില ഭരണപരമായിട്ടുള്ള കാലതാമസമുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ സജീവമായിട്ട് കാര്യങ്ങളുടെ മുന്നോട്ടാണ്. അത് പരിഹരിക്കുന്നതോടുകൂടി ഈ പ്രശ്നം ആത്യന്തികമായിട്ട് കറക്റ്റ് ചെയ്യും. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിൽ വരണ്ടേ. എന്നുവെച്ചാൽ ഞാൻ പറയാം, ചർച്ചയിലുണ്ട് ഫിക്സ് ചെയ്യുന്ന വെച്ചാൽ കൃത്യമായിട്ട് അറിയിക്കേണ്ട സമയത്ത് നിങ്ങൾ എല്ലാവരെയും അറിയിച്ച് കൊണ്ടുപോകില്ല. ഇപ്പം തിരുവനന്തപുരം പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല, ഇന്നും രാവിലെ പിടിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പലതവണ ആലോചിച്ചിട്ടുണ്ട് നഗരസഭ. അത് ഏത് സർക്കാരായിരുന്നാലും ആ കാര്യത്തിൽ എല്ലാവരും ജെന്യൂനായിരിക്കും, ആയിട്ടായിരിക്കും നടപടി സ്വീകരിക്കുക. പക്ഷേ മേയർ പറഞ്ഞ പോലെ വിളപ്പിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും നമ്മുടെ നഗരത്തിനകത്ത് വിവിധ തലങ്ങളിലേക്കുള്ള മാലിന്യ സംസ്കരണത്തിന് ഒരു പ്രോപ്പർ വഴിയില്ല എന്നതിന് മേയർ എന്നെ സംബന്ധിച്ചു. അപ്പം നമ്മൾ ഈ ബദലിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ എല്ലായിടത്തും വരുന്നത് എതിർപ്പാണ്. ഇപ്പോഴും തന്നെ മേയർ അത് അനുഭവിക്കുന്നുണ്ട്. അത് മറികടക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതി മിഷൻ എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിക്കേണ്ട സമയമായിട്ടില്ല. നമുക്ക് ചില പ്രപ്പോസലിൻ്റെ അതിലൊരു പ്രാഥമിക ചർച്ചകളിലാണ്. രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിക്കേണ്ട സമയം വരുമ്പോഴേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വളരെ ഗൗരവമായിട്ട് കൂടിയാലോചിച്ച് ചർച്ച നടത്തുന്നുണ്ട്. മേയർ ഇപ്പോൾ ഒരാരോടും ഉന്നയിച്ചു, അത് ബാക്കി വിവരങ്ങൾ മേയർ പറഞ്ഞ വിവരങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അങ്ങനെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രവർത്തകർ ഇറക്കി വിട്ട് നഗരത്തിൽ മാലിന്യം വലിച്ചെറിയാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് മേയറെ പോലെ ഒരു പദവി ഇരിക്കുന്ന ആൾ അങ്ങനെ പറയാൻ പാടില്ല. എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ നല്ലല്ലോ പറഞ്ഞു, ഇന്നല്ലേ പറഞ്ഞത്. മേയർ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, തലസ്ഥാനത്തിന്റെ ആദരണീയനായ മേയറാണ്. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം CPO അല്ലെങ്കിൽ കോൺഗ്രസോ അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനം തലസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി പ്രവർത്തകരെ നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്ന് കണ്ട അപ്പോൾ പറഞ്ഞില്ല.
അതിൻ്റെ 2-3 ദിവസമുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. വരട്ടെ, നിങ്ങൾ അന്വേഷിച്ചു നോക്കും, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചു നോക്കും. അല്ല, നിങ്ങൾ എനിക്ക് കിട്ടിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. കാലാകാലങ്ങളിൽ ഈ ആമേഞ്ഞ റോഡിന്റെ അവിടെ ഈ വിത്ത് കിട്ടുന്ന ഒരു പരിപാടിയാണ് കമ്പിവേലി. പക്ഷെ അത് ലക്ഷക്കണക്കിന് ഓരോ പ്രാവശ്യം കിട്ടുമ്പോൾ നശിച്ചു പോകുന്നു. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കമ്പിവേലി പലപ്പോഴും കെട്ടിയത്, കമ്പിവേലി കെട്ടിയതിനെ നെറ്റ് അറുത്തിട്ട് അവിടെ മാലിന്യം ഇടുന്നുണ്ട്. കമ്പിവേലി കെട്ടാൻ വേണ്ടി മുടക്കുന്ന പണം മാത്രം വേസ്റ്റ് ആവും. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. ഇടയ്ക്ക് സ്ലാബ് ഇട്ട് മൂടുന്നു എന്നൊക്കെ ഒരു അതെ, അതിൻ്റെ ചർച്ച തന്നെയാണ് നടക്കുന്നത്. ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല, ഇറിഗേഷൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. അവരുടെ പെർമിഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതായിട്ടുണ്ട്. പലതവണ കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടി അല്ലല്ലോ തോട്. ആ തോട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ ആണല്ലോ. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചർച്ച നടന്നു വരണം. ജലസേന വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാർ CP ജോൺ, K മുരളീധരൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞു. അതിൽ അവർക്ക് ഏറെക്കുറെ ചില മന്ത്രിമാർക്കൊക്കെ തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. പ്ലാന്റിന്റെ കാര്യത്തിൽ സെൻട്രലൈസ്ഡ് പ്ലാന്റുകൾ ഇനി പ്രായോഗികമോ അല്ലാന്ന് വ്യക്തതയോടെ പറയുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റുകളാണ് ഇനിയുള്ള കാലത്ത് പ്രായോഗികം എന്നൊരു വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ല, അങ്ങനെ പല അഭിപ്രായമുണ്ട്. പക്ഷേ ബ്രഹ്മപുരം കേന്ദ്രീകൃത പ്ലാന്റല്ലേ ബ്രഹ്മപുരം. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്ത കേന്ദ്രീകൃത പ്ലാന്റില്ലേ, തിരിച്ചുള്ള അഭിപ്രായമുണ്ട്. 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഹോട്ടലുകൾക്ക് മാലിന്യം സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് എല്ലാ ഹോട്ടലുകൾക്കും തിരുവനന്തപുരത്തില്ല. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലുകൾ സ്റ്റാർ ഹോട്ടൽ വെച്ച് ബാക്കി ഏറെക്കുറെ എല്ലാം തന്നെ വർഷങ്ങളായി പഴക്കമുള്ള ഹോട്ടലുകളാണ്. അതിൽ പലത്തിലും ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കൊടുത്തിരിക്കുന്ന പെർമിഷൻ പൂർണ്ണമായിട്ട് നിയമവിധേയമായിട്ടുള്ളതൊന്നുമല്ല. പലതിനും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും പെട്ടെന്ന് പോയിട്ട് എല്ലാം ഇടിച്ചു പൊളിച്ച് മാറ്റാൻ സാധിക്കില്ല. അവിടെയൊന്നും പുതിയ പ്ലാന്റ് തുടങ്ങാനുള്ള സിസ്റ്റവും ഇല്ല. പുതിയതായിട്ട് ചെയ്യുന്ന ഹോട്ടലുകൾക്ക് അതിൻ്റെ വലിപ്പം അനുസരിച്ച് നിയമവിധേയമായിട്ട് പ്ലാന്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ പതിറ്റാണ്ടുകളായി ചെയ്തു പോയ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. അവിടെ നിന്ന് മാലിന്യം കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ കോർപ്പറേഷൻ്റെ അംഗീകൃത ഏജൻസികളുണ്ട്. അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമുക്കൊരു 10-20 ടൺ സംസ്കരിക്കാനുള്ള പ്ലാന്റ് നമുക്കുണ്ട്. കല്ലടി മുഖത്തൊരു പ്ലാന്റ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ അവർ ശേഖരിച്ച് പിഗ് ഫാമുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാന്റ് വരുന്നത് നമുക്ക് ആ സിസ്റ്റം മാറ്റാനും സാധിക്കില്ല. അപ്പോൾ അംഗീകൃത ഏജൻസി കൊടുത്താൽ കുഴപ്പമില്ല. അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ റെഗുലറായിട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അവർ ആൻസറബിൾ ആണ്. പക്ഷേ ഈ ഫോട്ടോ കാണിച്ചതുപോലുള്ള കഥാപാത്രങ്ങളുണ്ട്. വടിവാളും വെട്ടുകത്തിയുമായിട്ട് കടകളിൽ നിന്ന് മാലിന്യം വാങ്ങി. അപ്പോൾ അവർക്ക് ഈ അംഗീകൃത ഏജൻസി കൊടുക്കുന്ന റേറ്റ് കൊടുക്കണ്ട, ചെറിയ പൈസയുടെ ലാഭത്തിന് വേണ്ടിയാണ്. ഈ മാഫിയകൾ ചെയ്യുന്നത് വെളുപ്പിനൊരു 4-5 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി, 3-4 മണിക്കൂർ ലക്ഷക്കണക്കിന് രൂപ മാസം കിട്ടുകയും ചെയ്യും. പിന്നെ പകലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നടക്കില്ല. അതിൽ ശക്തമായ ആക്ഷൻ. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നിലോട്ട് രക്ഷപ്പെട്ട ആളിനെ പിടിച്ചല്ലോ, പിടിച്ചവരെയൊക്കെ റിമൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു സംശയം വേണ്ട, ഒരു മാഫിയയും തിരുവനന്തപുരത്ത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിളയാടാൻ അനുവദിക്കില്ല. ഏതിനാണ്? അതാണ് ഞാൻ പറഞ്ഞത്. അംഗീകൃത ഏജൻസികൾക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അവിടെ റെഗുലർ മീറ്റിംഗ് വിളിക്കാറുണ്ട്, മോണിറ്റർ ചെയ്യാറുണ്ട്. അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത് പിഗ് ഫാമുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായി ആ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായം തെരഞ്ഞെടുപ്പിന് മുമ്പും ഇല്ലായിരുന്നു, ഇപ്പോഴും ആ അഭിപ്രായം തന്നെയാണ്. പക്ഷേ നമുക്ക് ഓൾട്ടർനേറ്റീവ് വരുന്ന പോലെ നിലവിലുള്ള സിസ്റ്റം തുറന്നാലേ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ്. അതിൽ അദ്ദേഹം കൗൺസിലർ കോടതിയെ സമീപിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് അഭിപ്രായമാണ് വരുന്നത് അത് സ്വീകരിക്കും. ഹണിമൂൺ പീരീഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല. ഹണിമൂൺ പീരീഡ് ഞങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങൾ വിലയിരുത്തിക്കോ, നിങ്ങൾ എല്ലാ ദിവസവും വിലയിരുത്തില്ലേ?
സംഭവിച്ചില്ല. അത് കഴിയട്ടെ, കൈരളിക്ക് സമയം കൂടി. ഇപ്പോ പിന്നെ ഈ പ്രതിപക്ഷ ബഹുമാനം വേണ്ടി നിരവധി വിവാദങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്ത് നിലവിൽ തന്നെ ഈ മാലിന്യ പ്രശ്നങ്ങളുണ്ട്, ഭരണസ്തംഭനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കൗൺസിൽ യോഗം വരെ കൂടാൻ കഴിയുന്നു. അപ്പൊ ഇല്ല, 29 തീയതി കൂടിയ നിങ്ങളില്ലായിരുന്ന കൂടാൻ യൂട്യൂബ് അടിച്ചു നോക്കി 29 കൗൺസിൽ അജണ്ട ചർച്ച ചെയ്യുമ്പോൾ അജണ്ട ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദ്യത്തിലേക്ക് വന്നില്ല. ചോദ്യം തീർന്നില്ല. അപ്പൊ ഇതിനകത്ത് മേയർ എന്നുള്ള നിലയിൽ ഇവരെല്ലാം വിളിച്ചുകൂട്ടി ഒരു കൗൺസിൽ യോഗം ചേർന്ന് ഈ കൗൺസിലർമാരുടെ വിഷയങ്ങൾ, മാലിന്യ പ്രശ്നമാവട്ടെ, തിരുവനായ പ്രശ്നമാവട്ടെ, ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? ഒരു കൗൺസിലർ സംരക്ഷിക്കുന്നതിന് വേണ്ടി മേയർ നഗരസഭാ യോഗം തന്നെ വൃത്തിയായി കൂടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിവാദമില്ല. അതിന് പരിഹാരം മേയർ അല്ലേ കാണേണ്ടത്? അതാ ചോദ്യം. ഇനി പറഞ്ഞോ, തീർന്ന എസ് ആണ് ഞാൻ ആദ്യം ചോദിച്ചു മറന്നു. പിന്നെ ഇതിലെ കൗൺസിൽ യോഗം 29 കൂടി. ഒരിക്കലും ഒരു മേയർമാരും എൻ്റെ ശ്രദ്ധയിൽ ഇതിലും പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ പലതവണ റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് അജണ്ട ചർച്ച ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അതിലപ്പുറം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് കൗൺസിൽ യോഗം പെട്ടെന്ന് പിരിയേണ്ടി വന്നത്. നമുക്ക് 3-4 മണിക്കൂർ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടാണ് അത്രത്തോളം ഗൗരവമായ അജണ്ട ഉണ്ടായിരുന്നത്. നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെ മക്കളുടെ വിവാഹം, അതിൽ 4 അജണ്ട അങ്ങ് പരിശോധിച്ചാൽ 4-5 അജണ്ട ജീവനക്കാരുടെ മക്കളുടെ വിവാഹത്തിനൊരു ധനസഹായം കൊടുക്കും, പലിശ കുറച്ചൊരു ലോണായിട്ടാണ് കൊടുക്കുന്നത്. അതുൾപ്പെടെ പാസ്സാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവാഹം അടുത്ത ദിവസമാണ്. അപ്പോൾ അതുൾപ്പെടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള സമയം തരാത്ത രീതിയിലുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൗൺസിൽ യോഗം നേരത്തെ അവസാനിക്കേണ്ടതായിട്ട് അടുത്ത കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിൽ യോഗം ചേരുമ്പോഴും വിശദമായി ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ മാസത്തിലൊരു കൗൺസിൽ യോഗം ചേരണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി ചേരുന്നുണ്ട്. ഞാൻ പറയട്ടെ, മാസത്തിലൊരു കൗൺസിൽ യോഗം, ജൂണിലൊരു കൗൺസിൽ യോഗം ചേർന്നാൽ ജൂലൈയിലുള്ള യോഗം, നിങ്ങൾക്ക് അതെല്ലാം നിയമത്തിന് മുമ്പിലുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിയമപരമായിട്ടാണ് യോഗം ചേർന്നത്. അതിൽ യോജിപ്പുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ മുകളിൽ നടപടികളുണ്ട്. അത് കൗൺസിലിലേക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൗൺസിലർമാരും ചർച്ച ചെയ്യുന്നു. ഓരോ ദിവസവും വിളിച്ചിരുത്ത് 101 കൗൺസിലർമാരെ ചർച്ച ചെയ്ത് ഇന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തെരുവ് നായ് പ്രശ്നം കൗൺസിൽ ചർച്ച ചെയ്തു. കൗൺസിലർമാരൊക്കെ ആ വിഷയം ഉന്നയിച്ചു. ഭരണസമിതി അധികാരമേറ്റ് ദിവസങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രോസസ് ആരംഭിച്ചു. എല്ലാ ദിവസവും തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടിരിക്കും. നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് 15 മുതൽ 20 നായ്ക്കളെയാണ് ഒരു ദിവസം ABC ചെയ്യാൻ സാധിക്കും. അതിനെ ചെയ്ത് 5 ദിവസത്തെ വിശ്രമം കൊടുത്ത് ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിയും 60 എണ്ണത്തിന് ഷെൽട്ടറിലേക്ക് മാറ്റി. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉൾപ്പെടെ നായ പിടിച്ചിട്ടുണ്ട്. മണ്ണന്തല വാർഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പാളയം വാർഡ് കൗൺസിലർ UDFൻ്റെ കൗൺസിലർ ഷെർലി ചേച്ചി വിളിച്ചിട്ടുണ്ട് രാവിലെ. പാളയത്ത് 10-15 എണ്ണം ഉണ്ട്, കുറേ നായ്ക്കളെ പിടിക്കും. ഇന്നിപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വെളുപ്പിന് പാളയത്ത് നിന്ന്. നിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള തരത്തിൽ അക്രമകാരികളായ നായ്ക്കളുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതിനെ പിടിച്ചു മാറ്റും. അപ്പോൾ അക്കാര്യം പരിഹരിച്ച് പോവുകയാണ്. അതിൽ യാതൊരു എന്ന് വെച്ചാൽ സമയമെടുക്കും, പക്ഷേ പരിഹരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാലിന്യ പ്രശ്നം കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കൗൺസിലർമാരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സൊക്കെ നടക്കുകയാണ്. അത് കൃത്യമായിട്ട് തുടരും. അവരെ ബോധവൽക്കരിക്കുന്ന നടപടികൾ സ്വീകരിക്കും. അനധികൃതമായി പ്രവർത്തിക്കുന്നതിനൊക്കെ തന്നെ നിയമവിധേയമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അതിൻ്റെ നടപടി നടക്കുകയാണ്. നിങ്ങളുടെ പറയാൻ ഘട്ടമായിട്ടില്ല. അദ്ദേഹത്തിനൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കാത്തു കിടക്കുക, ഒരിടത്തും നിന്നിട്ടില്ല. നിങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും ഈ ചെയ്യുന്ന രോഗികളോടൊന്ന് അന്വേഷിച്ച് നോക്കി. അദ്ദേഹം പറയട്ടെ, ഇതിൽ ബന്ധപ്പെടുന്നവരോടൊന്ന് ചോദിച്ചു നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന്. ഹെൽത്ത് സെക്ടറിൽ നോക്കിയിട്ട് താങ്കൾ വന്നപ്പോൾ കണക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് കുറിച്ചുകൊണ്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പോൾ തന്നെ തൊട്ടടുത്ത റൂമിലാണ്. പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസിൽ അന്വേഷിച്ചാൽ അറിയാം. കാലാവധി തീർത്ത കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ വാടക ഇന്നലെയും ഇവിടെ 3-4 പേര് അവരുടെ ഗ്രീവൻസുമായിട്ട് വന്നിരുന്നു. പക്ഷേ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ അവർ തന്നെ സംബന്ധിച്ചു. ഇപ്പോൾ 10,000 രൂപ പേട്ടയിൽ നിന്ന് ഒരാൾ നിലവിൽ വന്നത്. ഇപ്പോൾ 10,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലത്ത് 2,000 രൂപയാണ് അവർ 40 വർഷമായിട്ട് കൊടുക്കുന്നത്. 40 വർഷത്തിന് മുമ്പ് 500 രൂപ കണ്ടായിരുന്നു, ഇപ്പോൾ 2,000 രൂപ. പക്ഷേ അവർ തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു അവിടെ ഇപ്പം ഒരു പ്രൈവറ്റ് പാർട്ടിയിൽ നിന്ന് എടുത്ത് എത്ര രൂപ കിട്ടും? അത് 10,000 രൂപ. കോർപ്പറേഷൻ കിട്ടുന്ന 2,000 രൂപ. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കരാറ് കാലാവധി കഴിഞ്ഞതിനാണ് പുതുക്കുന്നത്. ചിലതിനൊക്കെ 2 വർഷത്തേക്ക് കൊടുത്തതിന് അടുത്ത മാർച്ച് 30 കഴിയുള്ളൂ.
അവരപ്പോഴും പത്രങ്ങളാണ്. മേയർ ഈ പത്രസമ്മേളനങ്ങളിലൊക്കെ പല പത്രസമ്മേളനം പറഞ്ഞത് അനാവശ്യമായി ഇവിടുത്തെ ജീവനക്കാരെ സ്ഥലം മാറ്റില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു വിവരം കിട്ടിയ വാർത്തകൾ കൊണ്ടുവന്നത് ഒരു കൗൺസിലർ ഫോൺ വിളിച്ചിട്ട് ഒരു ക്ലർക്ക് എടുക്കാത്ത ക്ലർക്കിനെ സ്ഥലം മാറ്റി എന്നുള്ള ആരോപണമാണ്. എന്താണ് അത്? ഭരണപരമായി ചില സ്ഥലങ്ങളിൽ ചില എഫക്റ്റീവായിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. ചില സോണലുകളിലൊക്കെ തന്നെ വർക്ക് പെൻഡിങ് ഒരുപാടുള്ള സ്ഥലങ്ങളിൽ. പിന്നെ 3 വർഷത്തിൽ കൂടുതൽ ഒരേ സീറ്റിൽ തന്നെ ഇരുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ മാറ്റുവാനുള്ള, കാരണം 20-22 വർഷമൊക്കെ സീറ്റുകളിൽ ഒരേ സീറ്റിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുള്ള ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ അവർ മറ്റുള്ള സീറ്റുകളുടെ വർക്കും പഠിക്കണം. അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ തന്നെ സ്ഥിരമായി ഇരിക്കുന്നത് ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തണമെന്നുള്ള അഭിപ്രായം സ്റ്റിയറിംഗ് കമ്മിറ്റി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭരണപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. വാർത്ത പലതും വന്നിട്ടുണ്ട്. ഈ അർദ്ധരാത്രിയിൽ ഈ മാലിന്യം കൊണ്ട് വലിച്ചെറിയുന്നുണ്ടല്ലോ, അതിനെതിരെ എന്തെങ്കിലും പരിശോധനകൾ? ആ പരിശോധനയാണല്ലോ കഴിഞ്ഞ ദിവസം നടന്നപ്പോഴല്ലേ വാഹനം എടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഓക്കെ, ശരി. ഓ, ഈ മാലിന്യം വലിച്ചെറിയുന്ന കാര്യം പറഞ്ഞല്ലോ, CPM ആണല്ലോ പിന്നിലത്, CPM പ്രവർത്തകർ. അതിന്റെ കൂടെ ഒരു മന്ത്രിയുടെ കാര്യം സൂചിപ്പിച്ചല്ലോ, ഒരു മന്ത്രി നേതൃത്വം, അതാരാണെന്നുള്ളത് മുൻ മന്ത്രി, അതിന് തെളിവുണ്ടോ? ഓക്കെ, നമസ്തേ. കേരളത്തിൽ കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണ്ട? എല്ലാം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും തൽക്കാലം ആരോപണമായിട്ട് ഇരിക്കട്ടെ. ഇനി ഉണ്ടല്ലോ ഒരു പത്രസമ്മേളനം എല്ലാം പറഞ്ഞിരിക്കുന്നത്.